ഒരു രാജ്യത്തിൻ്റെ ഒറ്റപ്പെട്ട പ്രദേശത്ത് ഒരു വൻ ഭൂകമ്പമുണ്ടാവുക, അതിൻ്റെ പ്രതിധ്വനികൾ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം മറ്റു രാജ്യങ്ങളിൽ വരെ അലയടിക്കുക, ദൂരദേശങ്ങളിൽ പോലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുക. അങ്ങനെ ലോകമെങ്ങും ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. ബുധനാഴ്ച റഷ്യയുടെ കിഴക്കൻ പ്രദേശത്തുണ്ടായ ഒരു വൻ ഭൂകമ്പം ജപ്പാൻ, US അടക്കമുള്ള രാജ്യങ്ങളെയെല്ലാം ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഭൂമിയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ 6ാമത്തെ ഭൂകമ്പമാണ് കഴിഞ്ഞ ദിവസം കംചട്ക പ്രവിശ്യയിൽ ഉണ്ടായിട്ടുള്ളത്. ആ ഭൂചലനം എങ്ങനെ വ്യത്യസ്തമാകുന്നുവെന്നും എങ്ങനെയാണത് സമീപ രാജ്യങ്ങളിൽ ഭീതി ജനിപ്പിക്കുന്നത് എന്നും നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. റഷ്യയുടെ കിഴക്ക് ഭാഗത്ത് 1250 കിലോമീറ്ററുകളിലായി പരന്നു കിടക്കുന്ന ഒരു ഉപദ്വീപ സമൂഹമാണ് കംചട്ക പെൻസുല. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ വൻ ഭൂചലനമുണ്ടായത്. ജപ്പാനിൽ 2011-ലുണ്ടായ സുനാമിക്ക് വഴിവെച്ച ഭൂചലനമാണ് ഭൂമിയിൽ ഇന്നേ വരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വലുത്. ആ ഭൂചലനത്തിൽ നിന്ന് നേരിയ മാത്ര വ്യത്യാസത്തിലായിരുന്നു ഈ ഭൂചലനം. ഈ ഭൂചലനം പെട്രോപാവ്ലോവ്സ്ക കംചട്സ്കി പ്രദേശത്ത് 119 കിലോമീറ്ററിലാകെ ദുരിതം വിതച്ചു. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമായ കംചട്സ്ക അഗ്നിപർവ്വതങ്ങളുടെ ബെൽറ്റ് എന്നറിയപ്പെടുന്ന റിംഗ് ഓഫ് ഫയറിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഭൂമിയിലുള്ള അഗ്നിപർവ്വതങ്ങളിൽ 75% ഇവിടെ ആയതിനാൽ ഭൂചലനങ്ങളിൽ 90% ഈ പ്രദേശത്ത് നിന്നാവും ഉണ്ടാവുക. റിംഗ് ഓഫ് ഫയറിൽ പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായി വരുന്ന പ്രദേശത്താണ് കംചട്സ്ക. തെക്കൻ ചിലിയിൽ തുടങ്ങി അലാസ്കൻ ദ്വീപുകൾ വഴി US-ന്റെ വെസ്റ്റ് കോസ്റ്റ് വരെ പരന്നു കിടക്കുന്ന ബെൽറ്റാണ് പസഫിക് റിംഗ് ഓഫ് ഫയർ. ജപ്പാൻ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളും ഈ ബെൽറ്റിൽ ഉൾപ്പെടും. ജപ്പാനിലൊക്കെ സദാ ഭൂകമ്പവും സുനാമിയും ഒക്കെ ഉണ്ടാകുന്നത് ജപ്പാൻ ഈ റിംഗ് ഓഫ് ഫയർ ബെൽറ്റിൽ ആയതുകൊണ്ടാണ്. ഭൂമിയുടെ 40,000 കിലോമീറ്ററിൽ ഒരു മോതിരവളയം കണക്കെ കിടക്കുന്ന പ്രദേശമായതുകൊണ്ടാണ് ഇതിന് റിംഗ് ഓഫ് ഫയർ എന്ന പേര് വന്നത്. ഭൂപ്രതലം നിർമ്മിച്ചിരിക്കുന്ന ടെക്ടോണിക് പ്ലേറ്റുകളിൽ ഏറ്റവും വലുതായ പസഫിക് പ്ലേറ്റിൽ തുടങ്ങി ഫിലിപ്പീൻ സീ പ്ലേറ്റ്, കോക്കോസ്, നാസ്കോ പ്ലേറ്റുകളായി വ്യാപിച്ച് പസഫിക് സമുദ്രത്തിൽ അവസാനിക്കും വിധമാണ് ഈ ഏരിയയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ഏത് രാജ്യത്ത് ഭൂകമ്പം ഉണ്ടായാലും മറ്റ് രാജ്യങ്ങളിലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിക്കാം. ടെക്ടോണിക് പ്ലേറ്റുകളിൽ കാലങ്ങൾ കൊണ്ടുണ്ടായ സ്ഥാനചലനമാണ് റിംഗ് ഓഫ് ഫയർ രൂപപ്പെടാനുണ്ടായ കാരണം. ടെക്ടോണിക് പ്ലേറ്റുകൾ സദാ ചലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഭൂചലനം ഉണ്ടാകുന്നത്. ഭൂചലനത്തിന്റെ ഭാഗമായാണ് സുനാമി എന്നൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാകും. ഇതാണ് ഇപ്പോൾ റഷ്യയിൽ സംഭവിച്ചിരിക്കുന്ന ഭൂകമ്പത്തിനും കാരണം. കംചട്സ്കിയിലുണ്ടായ ഭൂകമ്പത്തിന് പിന്നാലെ റഷ്യ സുനാമി മുന്നറിയിപ്പും നൽകിയിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായി സുനാമി തിരകൾ ആഞ്ഞടിച്ചു. ഈ സുനാമിയുടെ ഭീകരത വെളിപ്പെട്ടത് പാഞ്ഞെത്തിയ തിരകൾ ജപ്പാൻ തീരവും കടന്നപ്പോഴാണ്. വടക്കൻ ജപ്പാനിലെ ഹൊക്കൈഡോ മേഖലയിലും സുനാമി തിരകൾ എത്തിയതോടെ ഫുക്കുഷിമ ആണവ നിലയത്തിലെ ജീവനക്കാരെ ഒഴിപ്പിച്ചു. 2011-ലെ സുനാമിയിൽ അപ്പാടെ തകർന്ന ആണവ കേന്ദ്രമാണിത്. കാര്യമായ നാശനഷ്ടമൊന്നും രേഖപ്പെടുത്തിയില്ലെങ്കിലും സുരക്ഷ മുൻനിർത്തി 20 ലക്ഷം ആളുകളെ ജപ്പാനിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ജപ്പാനെ കൂടാതെ റഷ്യൻ സുനാമിയിൽ മുന്നറിയിപ്പ് നൽകിയ മറ്റൊരു തീരമായിരുന്നു US-ന്റെ വെസ്റ്റ് കോസ്റ്റ്. ഇവിടെ തീരപ്രദേശങ്ങളിലെല്ലാം ഒഴിപ്പിക്കൽ നടപടികളും സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടായി. ഇവിടെയൊക്കെ നിലവിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പിൻവലിച്ചെങ്കിലും സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോഴും അലേർട്ടുകൾ നിലവിലുണ്ട്. ഇതിൽ ചിലി ഏറ്റവും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തീരമേഖലയിലെ ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചു. കൊളംബിയയിലും ഇക്വഡോറിലും സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ന്യൂസിലൻഡിലും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇവിടെ 4 മീറ്ററോളം ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിക്കും എന്നായിരുന്നു മുന്നറിയിപ്പ്. എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ തീവ്രത കുറഞ്ഞ തിരമാലകളാണ് ഇവിടെ ഉണ്ടായത്. ചൈനയുടെ തീരപ്രദേശങ്ങളിലും സുനാമി തിരകളെത്താൻ സാധ്യത പ്രവചിച്ചതിനാൽ തന്നെ ഇവിടെയും ജാഗ്രതാ നിർദ്ദേശമുണ്ടായിരുന്നു. ഇത്രയും രാജ്യങ്ങളിൽ ആശങ്ക പടർത്തിയ ഭൂകമ്പത്തിൽ റഷ്യയിൽ വ്യാപക നാശനഷ്ടമുണ്ടായെന്നാണ് റിപ്പോർട്ട്. കംചട്കയിൽ ചിലയെടുത്ത 15 മീറ്റർ വരെ തിരമാല ഉയർന്നു. 6 മീറ്ററിൽ കുറഞ്ഞ ഒരു തിരമാലയും ഉണ്ടായിട്ടില്ലെന്നാണ് റഷ്യൻ ഓഷ്യനോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിക്കുന്നത്. 1.65 ലക്ഷം പേരാണ് കംചട്സ്കി നഗരത്തിൽ താമസം. ഇവിടെ കെട്ടിടങ്ങൾ തകർന്ന് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. തീരപ്രദേശം അപ്പാടെ മുങ്ങിയിരിക്കുകയാണ്.